യുവജനങ്ങൾക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതയുടെ അറിവും നൈപുണ്യവും നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സ്റ്റാർസ്, സമഗ്ര ശിക്ഷ കേരളം എന്നിവ സംയുക്തമായി കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രവർത്തനം തുടങ്ങി. നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നൈപുണ്യ വികസന കോഴ്സുകളായ GST അസിസ്റ്റന്റ്, ഫാം മെഷീനറി ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളുടെ പ്രവേശനോത്സവവും ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് നിർവഹിച്ചു. പുസ്തകങ്ങളിലെ അറിവ് മാത്രമല്ല, പ്രാക്ടീസും ആവശ്യമാണെന്ന് ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. നമുക്കത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയ പ്രശ്നം, നമുക്ക് എല്ലാ കാര്യത്തിനും അറിവൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളൊരു ബൾബ് മാറ്റിയിടാൻ പറഞ്ഞാൽ നമുക്ക് അറിയില്ല. പക്ഷേ ബൾബ് എങ്ങനെയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സമയത്ത് വിശദമായി വേണേൽ പറയാൻ കഴിയും. പക്ഷേ ഒരു സാങ്കേതികമായ അത്തരം പുസ്തകങ്ങളുടെ കാര്യം കൊണ്ട് അപ്പുറത്തേക്ക് നമ്മുടെ അഭിരുചിയും താല്പര്യങ്ങളും അനുസരിച്ച് ഇത് ഡെവലപ്പ് ചെയ്യാൻ നോക്കപ്പെടുന്നുണ്ട്. ഒരു പരാജയമല്ല. ആ തിരിച്ചറിവാണ് സത്യത്തിൽ സംസ്ഥാനത്തുടനീളം ഇത് വിദ്യാഭ്യാസ രംഗത്ത് പൊതുവെ ഉണ്ടായ മാറ്റത്തിന്റെ ഭാഗം. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി അധ്യക്ഷനായി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. SSK DPC KJ പ്രസാദ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, കാഞ്ഞിരപ്പള്ളി DEO റോഷ്ന അലിക്കുഞ്ഞ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സേതുനാഥ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ, സ്കൂൾ PTA പ്രസിഡന്റ് ജനീവ് PG, സ്കൂൾ പ്രിൻസിപ്പൽ നിയാസ് MH തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.